ഒരിക്കലും ഇന്ന് ഡൽഹി കളി ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. കാരണം സഞ്ജു സാംസൺ അത്രയ്ക്കും ഫോമിലായിരുന്നു. 86 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. സഞ്ജുവിൻ്റേത് ഔട്ടല്ലായിരുന്നു, 6 ആയിരുന്നു. എന്നാൽ അമ്പയറുടെ മോശം തീരുമാനമാണ് സഞ്ജുവിനെ പുറത്താക്കിയത്. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് കുൽദീപ് ആയിരുന്നു. ശേഷം കുൽദീപ് ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ ഇന്ന് ചതിച്ച് പുറത്താക്കിയില്ലെങ്കിൽ രാജസ്ഥാൻ ഉറപ്പായിട്ടും കളി ജയിച്ചേനെ. അതുപോലത്തെ ഫോമിലായിരുന്നു സഞ്ജു സാംസൺ. ഇന്നത്തെ കളി ജയിച്ച് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി കുൽദീപ് യാദവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിൻ്റേത് ഔട്ടല്ലെന്ന് വ്യക്തമായിട്ട് TV സ്ക്രീനിൽ കണ്ടതാണ്. പക്ഷേ ഇത് ക്രിക്കറ്റാണ്. അമ്പയറുടെ തീരുമാനമാണ് അവസാന വാക്ക്. പക്ഷേ ഇന്ന് ഞങ്ങൾ കളി ജയിച്ചുവെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ ഹീറോ ആയത് സഞ്ജുവാണ്. ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവന് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മാൻ ഓഫ് ദി മാച്ച് സഞ്ജുവിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനാണ് ഇന്നത്തെ മാച്ചിലെ യഥാർത്ഥ ഹീറോ. 86 റൺസ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. രാജസ്ഥാൻ ടീം ഇന്ന് കളി ജയിച്ചെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ഇന്ന് മാൻ ഓഫ് ദി മാച്ച്. സഞ്ജു ഒറ്റയ്ക്ക് നിന്നാണ് ടീമിനെ നയിച്ചത്. അതുകൊണ്ട് എൻ്റെ അവാർഡ് സഞ്ജുവിനെ കൊടുക്കുന്നു. ഡൽഹി ടീം ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരങ്ങളിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് കുൽദീപ് യാദവ് വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. ജയിക്കേണ്ട മത്സരമാണ് അമ്പയറുടെ തെറ്റായ തീരുമാനം കൊണ്ട് പോയിരിക്കുന്നത്. ഡൽഹി ടീമിൽ നിന്ന് തോറ്റെങ്കിൽ അവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കും. അതുകൊണ്ട് അമ്പയറും ഡൽഹി ടീമിനൊപ്പം തന്നെ ഒത്തുകളിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. അതുപോലത്തെ മാച്ചാണ് ഇന്ന് നമ്മൾ കണ്ടത്. TV സ്ക്രീനിൽ ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നത് കണ്ടിട്ടും അമ്പയർ അത് ഔട്ട് കൊടുത്തു. അമ്പയർ ഇത്രയും വലിയ പൊട്ടനാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റേത് ഔട്ടാണോ 6 ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.